ഇത് 2023 വെസ്പ SXL മോഡലാണ്. 125cc വെഹിക്കിളാണ്. പിന്നെ ഇത് വാങ്ങിയിട്ട് ഇപ്പോൾ 2.5 വർഷമായി. പിന്നെ നോർമൽ പവറാണ്, ഓവർ പവറില്ല. പിന്നെ മൈലേജ് എനിക്ക് കിട്ടുന്നത് 38 ആണ് മാക്സിമം. അത് മറ്റേ ഷെല്ലിൻ്റെ പമ്പിലടിക്കുമ്പോഴാണ് ഇത്രയും ഒരു മൈലേജ് കിട്ടുന്നത്. ബാക്കി നോർമൽ പമ്പിലടിക്കുമ്പോൾ ഇത്ര മൈലേജ് കിട്ടില്ല. പിന്നെ ഇതാണ് ഇതിൻ്റെ മീറ്റർ കൺസോള്. എല്ലാം നോർമലാണ്, ഇതിന് സെൻസറില്ല. നോർമൽ മെക്കാനിക്സാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് XSL മോഡലിന് ഇതേപോലെ സ്ക്വയർ ലൈറ്റാണ്. ഇതാണ് കുറച്ച് വൃത്തി കാണാൻ. ലൈറ്റ് ട്രാൻസ്ഫറാണ്, ഇങ്ങനെയാണ് ലൈറ്റ് വരാൻ. പിന്നെ ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഈ സർവീസ് കോസ്റ്റ് ഭയങ്കര കൂടുതലാണ്. ഇതിൻ്റെ പാർട്സിനും നല്ല റേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ സർവീസിന് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രീ സർവീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർ സർവീസ് 2000 അടുത്ത് വരുന്നുണ്ട്. ചിലപ്പോൾ 2000 കൂടും. എന്തെങ്കിലും പാർട്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടും. 2000 ഈ എൻജിൻ ഓയിൽ, ബ്രേക്കിൻ്റെ ഇത് ഗ്രീസിങ് വരുന്നത്. പിന്നെ അങ്ങനെ അവരുടെ നോർമൽ സർവീസിനാണ് 2000 വരുന്നത്. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് വെഹിക്കിളാണ്. പിന്നെ റീസെൽ വാല്യൂ തീരെ ഇല്ല. ഇപ്പോൾ 2023 തന്നെ ഈ ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ട് എനിക്ക് മാർക്കറ്റ് പ്രൈസ് ഷോറൂമിലും ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 60,000. പുറത്ത് ചോദിച്ചപ്പോൾ അതിലും കുറവാണ് പറയുന്നത്. അപ്പോൾ തീരെ മാർക്കറ്റ് വാല്യൂ ഇല്ല. പിന്നെ ഇതൊക്കെ വരുന്നത് പ്ലാസ്റ്റിക്കാണ്. ഇത് മാത്രമേ മെറ്റലുള്ളൂ. ബോഡി ക്വാളിറ്റിയൊക്കെ നല്ല ക്വാളിറ്റിയാണ്. പിന്നെ ഞാൻ വാങ്ങുമ്പോൾ എനിക്ക് എക്സ്ട്രാ ഫിറ്റിങ് ഇത് ചെയ്യേണ്ട വന്ന്, സൈഡ് ഫിറ്റിങ്. പിന്നെ ഇതും എക്സ്ട്രാ ഫിറ്റിങ്സാണ്. ഈ സാധനം മാറ്റ് ഇതിൻ്റെ കൂടെ വരില്ല. ഇത് രണ്ടും എക്സ്ട്രാ ഫിറ്റിങ് ചെയ്തതാണ്. അത് ടോട്ടലായിട്ട് 175 ആയിരുന്നു. പിന്നെ ഈ ഒരു ഗാർഡും എക്സ്ട്രാ ഫിറ്റിങ്സാണ്. വണ്ടി ഓടിക്കാനൊക്കെ കുഴപ്പമില്ല, പക്ഷേ മൈലേജ് കുറവാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണ്. ആ പ്രശ്നങ്ങളാണ്. പിന്നെ റീസെൽ വാല്യൂ തീരെ ഇല്ല.